ഇറങ്ങാം മഴ. നമുക്കെന്നാ very excited that people are here, and this is a 300-acre golf course in Bangalore. നിങ്ങൾ ആവേശത്തിൽ കേട്ടിട്ടില്ലേ റെഡ്ഡിയാർ ലാൻഡ് എന്ന്? ഇപ്പോൾ നിങ്ങൾക്ക് റിയൽ ആയിട്ട് കാണാം ഈ ലാൻഡ്. അപ്പോൾ 300 ഏക്കറാണിത്. സോ ലെറ്റ്സ് ഹാവ് എ റോക്കിംഗ് ലോഞ്ച് ഓട്ടോമൊബൈൽ ആക്ടിവിറ്റി. റോക്കി ബോയിനെ പോലെ KGF ഇറങ്ങിയിട്ടുണ്ടല്ലോ. റോക്കി ബോയ് റീലാണ്, ഞാൻ റിയൽ ആണ്. ഇത് KGF ആണ്. ഇതിന്റെ അപ്പുറത്ത് 10 കിലോമീറ്റർ KGF ആണ്. സ്വർണ്ണം കുഴിച്ചെടുക്കാൻ പറ്റുമോ? അതെനിക്കറിയില്ല, ചിലപ്പോൾ പോയി തിരിച്ചു വരില്ല. വീഡിയോ ഫ്രോം ദിസ്. It's nice with all it goes inside. റിയൽ റോക്കി ബോയ് ആണോ? അല്ല, റിയൽ ആണ്. അത് സത്യം പറഞ്ഞ് നിങ്ങളൊക്കെ ഇപ്പൊ കിഡ്നാപ്ഡ് ആണ്. നിങ്ങളിപ്പോ നിൽക്കുന്നത് KGF-ലാണ്. ഇതാണ് നമ്മുടെ റോക്കി ബോയുടെ സിനിമ ഉണ്ടല്ലോ KGF. ഇവിടെ വെച്ച് ഷൂട്ട്, ഇവിടെ വെച്ചാൽ യശ് ഇവിടെ താമസിച്ച ഷൂട്ടിങ് സമയത്ത് ഇതിൻ്റെ ഇവിടുത്തെ 10 കിലോമീറ്റർ അപ്പുറത്താണ് ഈ KGF ടൗൺ കിടക്കണം. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബസ് കാണിച്ചാൽ സാറ് റോക്കി ബോയ് നമ്മൾ എത്തി ബന്ധമുണ്ടോ? യഷിൻ്റെ ഭയങ്കര ക്ലോസ്, നല്ല ക്ലോസ്. സാറ് ഈ സ്വർണ്ണം കുഴിച്ചെടുക്കാൻ എന്തെങ്കിലും പരിപാടി ചെയ്യുന്നു? സ്വർണ്ണം കുഴിച്ചെടുക്കാനാ? അവിടെ പോയി തിരിച്ചു വരില്ല. അവിടെ 2-3 കിലോമീറ്റർ അടിയിലാണ്. പണ്ട് ഞാൻ പോയിട്ടുണ്ട്, താഴെ പോയിട്ടുണ്ട്. എൻ്റെ ഭാര്യയുടെ വീട് KGF-ആണ്. പുള്ളിക്കാരത്തെ അങ്കമാലി എന്നാണ്, പക്ഷേ ഓണം പ്രോഡക്റ്റ് KGF. അവിടെ ഒരു മെമ്മൽ ഫാക്ടറി ഉണ്ട്. അപ്പം താഴെ പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല റോക്കി ബോയ് താഴെ പോയിട്ടുണ്ടെന്ന്. ബിക്കോസ് അത് അപ്ലിക്കേറ്റ് കൂട്ടി കളഞ്ഞു. അത് നല്ലൊരു സീനായിരുന്നു അന്നൊക്കെ. താഴെ പോയി കണ്ടിട്ട് വരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഇവിടുത്തെ ബിഗ്ഗസ്റ്റ് പ്രോജക്റ്റാണ് ഈ ഗോൾഫ് കോഴ്സ്. നമ്മുടെ പടത്തിന്റെ പ്രോഗ്രാമിന് യാഷ് വരുമോ? ഇല്ല, നമ്മുടെ പടത്തിന് നമ്മുടെ സ്റ്റാർസ് ആണ്. നമ്മുടെ സ്റ്റാർസ് പടം കത്തിക്കോ സാറേ? കത്തിക്കോന്ന് ചോദിച്ചാല് അല്ല, തിയേറ്റർ കുലിക്കോന്നൊക്കെ ഉള്ള ചോദിക്കുന്നു. ഇപ്പൊ കത്തിക്കോന്നല്ല, 100%. നമ്മുടെ സിനിമ VK പ്രകാശാണ് ചെയ്യുന്നത്. പുള്ളി നാഷണൽ അവാർഡ് വിന്നർ, പല ഹിറ്റും തന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ സിനിമയുടെ കൂടെ സ്ക്രിപ്റ്റ് തൊട്ട് ഞാൻ ഇരുന്നുണ്ട്. നല്ലൊരു ടോപ്പിക്കാണ് ഇന്നത്തെ യങ്സ്റ്റേഴ്സിൽ. നോ ഡ്രഗ്സ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. എൻ്റെ ഇൻസ്റ്റാ തുറന്നു നോക്കി കാണും. എൻ്റെ 10% എൻ്റെ വീഡിയോ കാണുന്നത് 13 തൊട്ട് 19 വയസ്സുള്ള കുട്ടികളാണ്. ഞാൻ ഇൻസ്റ്റയിൽ പോപ്പുലറാണ്. പിന്നെ 35 വയസ്സുള്ള താഴെയുള്ള ആൾക്കാരുടെ 85% എൻ്റെ വീഡിയോ കാണുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഒരു നല്ലൊരു മെസ്സേജ് ആയിരിക്കും എന്ന് വെച്ചാൽ ഒരു നോ ഡ്രഗ്സ് എന്നുള്ളൊരു നല്ലൊരു തീമാണ്. പിന്നെ ബാംഗ്ലൂർ എല്ലാത്തിനും ഒരു നല്ലൊരു ലൊക്കേഷനല്ലേ. അപ്പോൾ സിനിമ എക്സ്ട്രാ വേക്കൻസി പൊളിയായിരിക്കും. കത്തിക്കും, നിങ്ങൾ പറഞ്ഞ് കത്തിക്കും. ഒരു ക്യാമിയ റോൾ പ്രതീക്ഷിക്കാം അല്ലേ? ആദ്യമാണ് അല്ല, ആരെങ്കിലും ഒരു അന്യഭാഷ
പടത്തിന്റെ? അത് ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്തിട്ടില്ല. ഡെഫിനറ്റ്ലി വിൽ പ്ലാൻ. ഓക്കെ. ഓക്കെ, കാറിന്റെ ക്യാമറ ഉണ്ടോ? ഇല്ല ഇല്ല. ഓക്കെ, താങ്ക് യു സർ. അടിപൊളി സ്ഥലം അല്ല നിങ്ങൾ റൗണ്ട് നിങ്ങൾ കൊണ്ടുപോകാം. അപ്പോൾ നമ്മുടെ ആവേശത്തിൽ പറഞ്ഞില്ലേ റെഡ്ഡിയാർ ഇങ്ങനെ ഭൂമി വാങ്ങി മറിച്ചതൊക്കെ, അതൊക്കെ സിനിമയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നൊരു റിയൽ ആയിട്ടൊരു ഫീലിംഗ് കിട്ടിയല്ലോ. ഇത് ഞാനാണ് മലയാളികളിൽ ആദ്യമായിട്ടൊരു ഗോൾഫ് കോഴ്സ് ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ 36 വയസ്സിൽ ഞാൻ ആദ്യത്തെ പ്ലെയിൻ മേടിച്ചു, ലോണില്ലാതെ സ്വന്തം പ്ലെയിൻ. ഇന്നൊക്കെ നമ്മൾ ഇൻസ്റ്റ എടുത്ത കാറ് മേടിച്ച വലിയ സെലിബ്രേഷൻ അല്ലേ. ഞാൻ 36 വയസ്സിൽ ആദ്യത്തെ പ്ലെയിനെ മേടിച്ചു. എന്നിട്ട് 36 വയസ്സിൽ എനിക്ക് ചാർട്ടർ ലൈസൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു എന്താ പറയുന്നത്, ലൈഫ് ഇസ് എ സെലിബ്രേഷൻ. ഞാൻ എപ്പോഴും ആ ഒരു കോൺസെപ്റ്റിൻ്റെ ആളാണ്. പിന്നെ ഇതെല്ലാം നിങ്ങളൊരു ലോണില്ലാത്ത കമ്പനിയാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇനി ബാക്കി അവിടെ പറയണ്ട, എല്ലാം ഇവിടെ പറഞ്ഞു കാണാം. എല്ലാം മഴ പെയ്യുന്നു. ഇപ്പൊ വന്നത് സാറിന്റെ സ്വന്തം സാധനമാണോ? അല്ല, ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെയാണ്. എൻ്റെ പുറത്ത് പോയിരിക്കാം. ഓക്കെ സാർ, ഓൾ ദി ബെസ്റ്റ്. കാണാം. ഈ ബിസിനസിന്റെ വിജയത്തിന്റെ രഹസ്യം അവിടെ പറയാം. Same thing we said, changes that. Then I'll call him. not a left or what? Then what is the problem? Very silent. 2010 അല്ലേ? 2010 ഹലോ ബ്രോ Good evening, ladies and gentlemen. Namaskaram. വളരെ പ്രകൃതി രമണീയമായ absolutely stunning ആയ ബാംഗ്ലൂർ നടുത്തല സിയോൺ ഹിൽസ് and the golf course
ഏരിയയിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഇരിക്കുന്നത്. It is truly a beautiful location for something absolutely extravagant. With a lot of happiness, that confident group in there, the man behind the miracle, Dr. Roy CJ, founder and chairman, is here with us. Can we give him a loud round of applause? Dr. Roy CJ, നമുക്ക് ഇവിടെ സ്വാഗതം ചെയ്യാം. Dr. Roy is a man who needs no introduction. With 19 plus years of his spectacular work building up in a big property. അതെ കൊടുത്തില്ല, അതുകൊണ്ട് തന്നെ കാശ് കുറേശ്ശേനെ നമ്മളിങ്ങനെ നോൺ സ്റ്റോപ്പായി സംസാരിച്ചിരിക്കുന്ന കരാർ നിർത്തണം വരുന്നത് മിനിമം വേർഡൊക്കെ ഉണ്ട്. അങ്ങനെയാണ് സാർ, അങ്ങനെ പിടിച്ചെന്നെ 13 വർഷം ഇതന്നെ പരിപാടി. അപ്പം നോൺ സ്റ്റോപ്പ് ആണ്. അപ്പൊ ഇനി കിടക്കാം. Shall we get to the job at hand? We are here for the puja. നമ്മളുടെ ഈ പുതിയ സിനിമയുടെ പേര് ഞങ്ങൾ ഇപ്പോൾ പറയുന്നില്ല, പക്ഷെ പൂജ നടത്തി ദൈവത്തിന് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് ഈ പുതിയൊരു സിനിമയുടെ തുടക്കം കുറിക്കാനുള്ള സമയമാണ്. സോ ഡോക്ടർ റോയ് CJ, as a producer on behalf of Confident Group, BKP sir, the director and the entire team that is gathered here, we would like to please throw your attention to the puja. Namboodirmarodeyndu. So Confident Group അവതരിപ്പിക്കുന്ന VKP ചിത്രം, അതിൽ എക്സ്ട്രാവഗന്റ് ആയ ഒരു absolutely stunning grand reveal ചടങ്ങിലാണ് നമ്മളെല്ലാവരും എത്തി നിൽക്കുന്നത്. The movie, which of course is none other than the founder and chairman of Confident Group, Dr. Roy CJ, along with his lovely partner and the pillar of its strength, Mrs. Lily Roy. Can I please welcome both of you towards the lamp? Nallu kaidi kodukam. Can we give them a loud round of applause? And the collaboration from the producers is with one of the finest directors of the country. Under national awards, I'm excited for you, Ria, and wishing you the very, very best. And of course, very important ആയ ഒരു മെസ്സേജ് ഉള്ള സിനിമയാണ് നമുക്ക് വേണ്ടി ഡോക്ടർ റോയും BKPയും കൊണ്ടുവരുന്നത്. ആൻഡ് അതിൽ I think we have somebody playing the lead who has absolutely changed his life around, and ഈ മെസ്സേജ് ഏറ്റവും വലിയ ഒരു ബ്രാൻഡ് അംബാസിഡർ തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നു. And let this be an encouragement for his life and for every life out there that will learn from this movie. And the movie will be message of the Sotamaki of the Jindra Marti Marcha. I hope it is a land of success that gets written in all of their lives. Ladies and gentlemen, let's welcome the one and only Shine Tom Chaco. Shine ഒറ്റയ്ക്കല്ല, ഈ സിനിമയിൽ മലയാള സിനിമയിൽ ഇപ്പോൾ സൂപ്പർ ആയിട്ടുള്ള കുറെ ക്യാരക്ടേഴ്സ് അവതരിപ്പിച്ച് നമ്മുടെ കൈഡി വാർത്തുകൊണ്ടിരിക്കുന്നു. Welcome you to this amazing puja ceremony. Of course, in cinema we also have an array of wonderful actors, actresses who join, and we're so proud to welcome Zeenat and Ashwini Reddy. They are going to be joining in this Malayalam film. Nirvadi Kannada films they have acted in. Can I please welcome Zeenat? No, but she should act. Why are you an executive director? Why? Both of them, or just her? Apple. Okay, Zeenat is the executive director of the company. Sorry, it was not mentioned here. Ashwini Reddy is a wonderful actress. Zeenat, consider it, okay? Next, Dr. Roy's film. Ishwarya, married is a familiar face to all of us in Malayalam films and other languages. Shanvi Srivastava also joins us. Can we please welcome you both to join?
ഇവരൊക്കെ in front of the camera കാണുന്ന ആൾക്കാരാണ് കഴിഞ്ഞ വർഷം വരെ ഞാൻ വിളിച്ചത്. I would also like to welcome the people who worked behind the camera making this movie a reality. ഇതിന്റെ റൈറ്റർ ആയിരുന്നത് ആശീഷ് രജനി ഉണ്ണികൃഷ്ണനാണ്. ആശീഷ്, നല്ല കൈയോടെ can we please welcome ആശീഷ്? ഇതിനു മുമ്പ് പാലും പഴം എന്ന സ്ക്രിപ്റ്റ് ആശീഷിന്റെ തന്നെയാണ് നിങ്ങൾ കണ്ടത്. DOP ആയി എത്തിയിരിക്കുന്നത് we got the wonderful Manoj Kumar Khatoi. If you haven't heard his name, it's because you've not read these movie credits. Movies like Unchai, Khel Khel Mein, Fame Game and ഒക്കെ DOP ആണ് Mr. Manoj Kumar Khatoi. It's a very proud moment for Confident Group to have you join us as the director of photography, sir. We welcome you. The production designer Vinod Ravindran, Premalu, Sukshmadarshini, Adirin and the cinematic production. Alright, ladies and gentlemen, like I said, a beautiful collaboration Dr. Roy CJ and Lily Roy Aditya. A beautiful സമൂഹത്തിനൊരു മെസ്സേജ് നൽകുന്ന ഈ ചിത്രം ഏറ്റവും ഭംഗിയായി തന്നെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാനുള്ള പ്രാർത്ഥന എല്ലാവരും ഈ ഒരു അവസരത്തിൽ മനസ്സിൽ കാണണം. Yeah, it's a bit of a windy day. കുറച്ച് കാറ്റുള്ള ദിവസമാണ്, so we might struggle lighting the lamp. നല്ല കാറ്റാ. VKP, sir, you want to give it a go? Ria? And for shine. കത്തിക്കല്ലേ? ഞാൻ കണ്ടു. അത് നമ്മൾ CGI. സിജു symbolically കത്തിച്ചാൽ മതി. That's the thing about Bangalore weather. And in a golf course, how do you play golf with this cartoon? Golf. Hey. Babrajata? എല്ലാം ഇനിയുണ്ട്. ഗ്രൂപ്പായിട്ട് കുറെ ഉണ്ട്. കുറെ തിരിയുണ്ട്. It's a tough job, Shine. Take up the challenge. Come on. Yes, see? There we go. Nothing is a challenge for you, Shine. Babrajata? Okay. Zeenat and Ashwini, can you light one together? Executive Director of Confident Zeenat and Ashwini, lovely actor. Aishwarya and Shangi, if you could light the next one together, please. What's your background music? Thanks, Saka. Yeah? അടുത്ത തീയതി കത്തിക്കുന്നത് നമ്മുടെ റൈറ്റർ DOP പ്രൊഡക്ഷൻ ഡിസൈനർ ആൻഡ് എഡിറ്റർ ടുഗദർ ആണ്. I welcome Ashish, Rajani Unikrishnan, Manoj Kumar Khatoi, Vinod Ravindran and Nitin Raj Arol to light the lamp. Ashish and Akshay. Ashwin and Akshay. I think the biggest challenge of the movie is over. Lighting the lamp. Alright, ladies and gentlemen, that is very good. Can we have a loud round of applause? We have an amazing cast, an amazing crew, and വളരെ important ആയ ഒരു മെസ്സേജ് ഉള്ള ഒരു ചിത്രമാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ്. അതുപോലെ തന്നെ DK പ്രകാശ് എന്ന ഡയറക്ടർ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ കണ്ടു സിനിമ. Alright, here അവസരത്തിൽ I request all the director of the film VK Prakash. VK sir, ഈ ഒരു സിനിമ എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ തന്നെ ആദ്യം പറഞ്ഞത് വളരെ movie, Srikanth sir's movie. A lot of and he's an extremely creative person. Can we give a loud round of applause? നമ്മുടെ ജോലിയൊക്കെ തുടങ്ങാൻ പോകുന്ന വ്യക്തി. Thank you. ഞാൻ കുറെ ബിഗ് ബഡ്ജറ്റ് മൂവീസ് ചെയ്തിട്ടുണ്ട്. മലയാളമാവട്ടെ കന്നഡമാവട്ടെ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇനി ഒരു ബിഗ് ബഡ്ജറ്റ് മൂവി തന്നെയാണ് ഇതും.
പക്ഷേ അപ്പോൾ ചോദിക്കാം എന്താണ് സ്റ്റാർ കാസ്റ്റ് എന്ന്. ഈ മൂവിക്ക് വേണ്ട സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. There's none other than our Shine apt for this role, അല്ലേ? What do you say? Yeah, that is the reason that I've taken this movie. ഇതെന്റെ 12ാമത്തെ മൂവിയാണ്. 12 മൂവി ആയിട്ടുണ്ട്. ഇതൊരു സ്പെഷ്യൽ എക്സ്ട്രാവഗൻസ മൂവിയാണ്. ഇതിന് പിന്നിൽ ഒരു മെസ്സേജും ഉണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് നല്ല പോപ്പുലർ ആണ്. I have almost 1.3 million followers. അതെ. അപ്പൊ ഇപ്പൊ നമ്മള് അല്ല, ഞാനൊരു വീഡിയോ കിട്ടാല് ഒരു അരമണിക്കൂർ 1 lakh വ്യൂസ് പോകുന്നത്. ഓക്കെ, ഞാൻ പ്രൊമോട്ട് ചെയ്യാറില്ല, ബൂസ്റ്റ് ചെയ്യാൻ ഒന്നും ചെയ്യാറില്ല. ഓക്കെ, ഞാനോ ഷെയർ ചെയ്തു. അത് നമ്മൾ പൈസ കൊടുത്ത് പ്രൊമോട്ട് ചെയ്യാറില്ല. ഓക്കെ, അപ്പോ ആസ് എ ബിസിനസ് മാൻ ഐ ഫീൽ നൈസ് ദാറ്റ് സോ മെനി പീപ്പിൾ ഫോളോ. അത് ഇല്ല, അതെ, താങ്ക് യു. അപ്പൊ ഞാൻ അതിന്റെ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് അതിന്റെ അകത്ത് ഡേറ്റ കിട്ടും, ആരാണ് നമ്മുടെ വീഡിയോ കാണുന്നത്. എന്റെ വീഡിയോ നിങ്ങൾ വിശ്വസിക്കില്ല, 10% എന്റെ വീഡിയോ കാണുന്നത് 13 തൊട്ട് 19 വയസ്സുള്ള കുട്ടികളാണ്. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചില്ല. 13 തൊട്ട് 19 വയസ്സിൽ പിഞ്ചു കുട്ടികളാണ് എന്റെ വീഡിയോ കാണുന്നത്. 34 വയസ്സുകാരെ വീഡിയോ എന്റെ 85% ആൾക്കാരും തീർന്നു. വ്യൂവേഴ്സ് ബിലോ 35 ഇയേഴ്സ് ആണ്. എന്റെ ഏജ് ഗ്രൂപ്പിൽ 2% ആണോ, അത് അസൂയ കുട്ടികളാന്ന് പറഞ്ഞു. ഒരാരും എന്റെ വീഡിയോ കാണാറില്ല, കുഴപ്പമില്ല. അപ്പൊ ഈ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരു മെസ്സേജ് ആണ് നോ ഡ്രഗ്സ്. അത് എനിക്ക് ചെറിയ തോതിൽ അത് ചെയ്യാൻ പറ്റിയെങ്കിൽ അതൊരു നല്ലൊരു ദൈവകൃപയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നത്തെ തലമുറയ്ക്ക് അത് ഏറ്റവും വേണ്ട കാര്യമാണ്. അപ്പോ ഇത് ആ ഒരു ആംഗിളാണ് ഇത് എടുത്തത്. അപ്പോ എന്റെ എല്ലാ ഇൻസ്റ്റാഗ്രാം എടുത്താലും കാണാം. പിന്നെ VKPG ഈ സ്റ്റോറി ആയിട്ട് എന്റെ അടുത്ത് വന്നു. ബാംഗ്ലൂർക്കാരനായാലും ഞാൻ ഇതുവരെ ഒരു മൂവി ചെയ്തിരുന്നില്ല, ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അവൻ ആശിച്ച് വന്ന് സ്റ്റോറി പറഞ്ഞു. അപ്പൊ ഞാനും ഭാര്യയും എന്റെ മോള് റിയ is going to help me in the movie studio. The confident will make many more movies. Apo Riya will be part of that, and yeah, give a loud round of applause. Yeah, she wanted to understand every aspect of film, every aspect. Apo the launch alla, she is learning every aspect of the film. എങ്ങനെയാണ് ഒരു ഫിലിം മേക്കിംഗ്, what is to be an actress, what is to be an actor, what is to be different roles. So she wanted to have a first-hand inside experience. And we also have fabulous actors. അപ്പോൾ ഞാൻ തിരിച്ചത് ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല, എല്ലാ മലയാളികൾക്കും അറിയാം. പിന്നെ ഈ വർഷത്ത് നമുക്ക് ഐശ്വര്യ ആൻഡ് ഒത്തിരി മലയാള സിനിമ ചെയ്തിട്ടുണ്ട്. അശ്വിനി ഓൾസോ ഡൺ ലോട്ട് ഓഫ് മൂവി. തെലുഗു നമ്മുടെ മെഹബൂബ് മൂസൽ ഉണ്ടായിരുന്നു. ഷാൻവി has done lots and lots of movies in Telugu, Tamil and Kannada. Guess ಮಾಡಿದ್ದೀರಾ totally? How many? 21 movies. Okay, you look only 21-year-old. Okay. And we have a super talented team. I mean, VKP has already introduced. So ഈ സിനിമ ഒരു നല്ലൊരു ബഡ്ജറ്റിന്റെ സിനിമയാണ്. അപ്പോൾ ബഡ്ജറ്റ് വെച്ചിട്ട് ഞാൻ അതിനെ കൺട്രോൾ ചെയ്യില്ല. ഞാൻ സിനിമ പൈസക്ക് ഉണ്ടാക്കുന്ന ആളല്ല. ഞാൻ സിനിമ ഉണ്ടാക്കുന്നത് പാഷന് വേണ്ടിയാണ്. എൻ്റെ ഒരു സന്തോഷം പാഷന് വേണ്ടിയും ചെയ്യണം. അതാണ് എൻ്റെ ഒരു സിനിമയുടെ ആറ്റിറ്റ്യൂഡ്. അപ്പൊ ഇന്നത്തെ ലോഞ്ച് തന്നെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, ഇറ്റ് ഇസ് നോട്ട് എ സ്മോൾ ലോഞ്ച്. ആൻഡ് ഇതേപോലെ തന്നെ നമ്മുടെ ഈ 5 ദിവസം വർക്ക്ഷോപ്പ് നടത്തി എന്റെ റിസോർട്ടിലായിരുന്നു. അപ്പൊ ഞാൻ റിസോർട്ട് മുഴുവൻ പൂട്ടി, ആരും ഉണ്ടായിരുന്നു, ഞങ്ങൾ മാത്രം. കറക്റ്റ് അല്ലേ വിപജി? സോ ആ ഒരു കോൺസെൻട്രേഷനിലാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, അപ്പോ ഐ എം നോട്ട് ടെലിംഗ് ഓഫ് ദ ടെക്നീഷ്യൻസ്, ഐ എം ഷുവർ ദാറ്റ് യു ആർ കൂടിയില്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും നിന്ന് ഒരു നിമിഷം അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കാം. Oh Lord Jesus, Holy Family, and all the angels, let Shine's Appachan be in heaven. And he was a nice person, gentleman. Let us pray for him. Let God give all the blessings to him. Let God give peace to Shine's family, mother. And I had the opportunity to talk to them over video call, and he wanted to come for this signing. എനിക്ക് തോന്നുന്നത് ഷൈൻ അന്ന് സൈൻ ചെയ്യാൻ കൂടി വരികയായിരുന്നു ഈ സിനിമയ്ക്ക് വേണ്ടി അന്ന് ബാംഗ്ലൂരിൽ, അതും കൂടി ആയിരുന്നു. അപ്പോൾ അപ്പച്ചൻ്റെ എല്ലാ ആശീർവാദം ഇവിടെ ഉണ്ടായിരിക്കും, അപ്പച്ചൻ്റെ എല്ലാ ബ്ലെസ്സിങ് ഉണ്ടായിരിക്കും ഷൈൻ. അത് എനിക്ക് സിനിമയ്ക്ക് വേണ്ടിയല്ല, അത് നമുക്ക് എല്ലാവർക്കും അപ്പച്ചൻ്റെ ബ്ലെസ്സിങ് വേണം. ഈ കോൺസെപ്റ്റും ഷൈൻ അപ്പച്ചൻ്റെ ബ്ലെസ്സിങ് ഉണ്ട്. താങ്ക് യു. രഞ്ജിത്ത് എഴുതിച്ചു നിന്ന് എല്ലാവർക്കും
നമ്മുടെ മുൻ മുഖ്യമന്ത്രി കെ എസ് അച്യുതാനന്ദൻ അൺഫോർച്ചുനേറ്റ്ലി ഹി ഹാസ് പാസ്ഡ് അവേ. ഇപ്പം കിട്ടിയ ന്യൂസാണ്. ഐ തിങ്ക് ഇറ്റ്സ് റിയലി റിയലി സാഡ്. ഹിസ് വലിയ വലിയ കോൺട്രിബ്യൂഷൻസ് നമ്മുടെ സ്റ്റേറ്റിന് നൽകിയ ഒരു മുഖ്യനായ ഒരു പൊളിറ്റീഷ്യനായിരുന്നു, ഒരു പ്രവർത്തകനായിരുന്നു. അപ്പം can we please spend a minute in silence? Let's pray for his soul. Matthew 5:14-16. You are the light of the world. A city built on a hill cannot be hidden. No one lights a lamp and puts it under a basket, but on a lampstand, and it gives light to all in the house. In the same way, let your light shine before others, so that they may see your good works and give glory to your Father in the heaven. This is the gospel of the Lord. ಮತ್ತೆ ಇಲ್ಲಿ ಈಗ ನಾವೆಲ್ಲ ಸೇರ್ಕೊಂಡಿದ್ದೀವಿ. ಇದು ನಾವು ಸೇರ್ಕೊಂಡಿರೋದು ಒಂದು ಒಳ್ಳೆ ಪ್ರಾಜೆಕ್ಟ್ಗಾಗಿ. ಯಾಕೆ ನಾನು ಕನ್ನಡದಲ್ಲಿ ಮಾತಾಡ್ತಿದ್ದೀನಿ ಅಂದರೆ ನಾನು ಬೆಂಗಳೂರಲ್ಲಿ ಇದ್ದೀನಿ, ಅದಕ್ಕೆ ನೆಕ್ಸ್ಟ್ ಮಲಯಾಳಂ ಮಾತಾಡ್ತಿದ್ದೀನಿ, ಡೆಫಿನೆಟ್ಲಿ ಮಾತಾಡ್ತಿದ್ದೀನಿ. ಸೊ ಈ ಪ್ರಾಜೆಕ್ಟು ನಮ್ಮ 12ನೇ ಪ್ರಾಜೆಕ್ಟು, ಸಿನಿಮಾ ಪ್ರಾಜೆಕ್ಟು. ಇದಕ್ಕೆ ಎಲ್ಲ ಥರ ಯಶಸ್ವಿ ದೇವರು ಕೊಡಲಿ ಅಂತ ಹೇಳಿ ಭಗವಂತನಿಗೆ ನಾನು ಕೇಳ್ಕೊತೀನಿ. ಆಮೇಲೆ ಇದೆಲ್ಲ ಚೆನ್ನಾಗಿ ಇದರಲ್ಲಿ ಆಕ್ಟ್ ಮಾಡ್ತಿರೋ ಆರ್ಟಿಸ್ಟು, ಆಕ್ಟರ್ಸು, ಡೈರೆಕ್ಟ್ರು ಎಲ್ರಿಗೂ ಸೇಫ್ ಆಗಿರಲಿ ಅಂತ ನಾನು ಆಂಗ್ಲ ಭಾಷೆಯಲ್ಲಿ ಆಗಲೇ ಹೇಳಿದೆ. ಅದೇ ಥರನೇ ಎಲ್ರಿಗೂ ಆಗಲಿ. ಆಮೇಲೆ ನೀವೆಲ್ಲ ಇದನ್ನ ನೋಡಬೇಕು. ತುಂಬ ಚೆನ್ನಾಗಿದೆ ಸಿನಿಮಾ, ಚೆನ್ನಾಗಿ ಬರುತ್ತೆ. ಥ್ಯಾಂಕ್ ಯು. ಬಾಯ್. I think കുറെ lovely cinemas in ഭാഗമായി കഴിഞ്ഞ few years അല്ലേ? And what would you like to say about this? Hello everyone. എല്ലാവർക്കും നമസ്കാരം. I feel very proud and happy because I came to Bangalore for the first time to acquire my graduation in nursing. So I was destined to be an actor. ഇപ്പോൾ ഇവിടെ ഈ മൂവിയുടെ ലോഞ്ച് ആയിട്ട് ഇവിടെ നടക്കുമ്പോൾ ഐ ഫീൽ വെരി പ്രൗഡ് ബിക്കോസ് ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. 15 years ആയി മൂവിയിൽ. സോ ഹാപ്പി. ആൻഡ് ഇവിടെ എനിക്ക് മൂവിയിൽ ആരെയും പരിചയമുണ്ട്. റോയ് സാറിനുണ്ട്. ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമ ചെയ്തിട്ടുണ്ട്. ആദ്യയിൽ ഞങ്ങൾക്ക് ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നു. അത് ഞാനാകെ 3 മൂവീസാണ് ഇപ്പോൾ, 3ാമത്തെ മൂവിയാണ് ഇപ്പോൾ ബാംഗ്ലൂർ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അതിലിപ്പോൾ 3ാമത്തെ മൂവിയിൽ ഇപ്പോൾ റോയ് സാറിൻ്റെ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ കൂടെയാണ് ചെയ്യുന്നത്. ഞാൻ ഷൈൻ തേർഡ് വൺ ബോയ്സ്, ഞങ്ങൾ തേർഡ് വൺ ബോയ്സ് എന്നുള്ള മൂവിയാണ് ആദ്യമായിട്ട് ഒരുമിച്ച് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഒരുമിച്ച് ചെയ്യുന്നത്. ഇല്ല, അത് ഞാൻ ചെയ്യുന്നില്ല. വന്നപ്പോൾ തൊട്ട് തന്നെ പറഞ്ഞോണ്ടിരിക്കുക. അതെ, എനിക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളായി. ഓക്കെ, ഹാപ്പി. ഞാൻ തന്നെ പറഞ്ഞു. അപ്പോൾ VKP ആയിട്ട് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഒരുമിച്ച് വർക്ക് ചെയ്യണം എന്നുള്ളത്. ബിക്കോസ് he has contributed great movies to the industry. So I always wanted to work with him. And ഒരു ന്യൂ ടീമാണ് ഷാൻവി, ഐശ്വര്യ, അശ്വിനി, ആശിഷ്, അശ്വിൻ, ഭവരേട്ടപ്പം ഞങ്ങളൊരു സിനിമയിലുണ്ട്. പക്ഷെ ഗോൾഡിലുണ്ട്, പക്ഷെ കോമ്പിനേഷൻ ഒന്നുമില്ല. ഗോൾഡിലുണ്ട്. നമ്മളെ ഈ ലുക്ക് മാറ്റിയെടുക്കാൻ ട്രൈ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഒരു ഗ്രൂപ്പ്. കാരണം അവർക്ക് ബിഗ് താങ്ക്സ്. എന്നെ ഇങ്ങനെ കണ്ടിട്ടില്ല. Big thanks to the makeup team. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ലൈക്ക് ലുക്കിംഗ് ഫോർവേഡ് ടു എന്താ പറയുക, നല്ലൊരു ഉഗ്രൻ മൂവിയായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാനായിട്ടുള്ളൊരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. താങ്ക് യു എവരിവൺ. Thank you. We are waiting also. Ashwin, we can't wait to see you ഈ സിനിമയിൽ. അശ്വിൻ, എന്തൊക്കെയാണ് ഇതിൽ നിന്ന് പ്രതീക്ഷ? ഹലോ, നമസ്കാരം. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ആദ്യം തന്നെ ദൈവത്തോട് നന്ദി പറയുന്നു. കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു പടത്തിന്റെ അനൗൺസ്മെന്റ് ആയിരുന്നു കാസിനോവ സിനിമയുടെ അനൗൺസ്മെന്റ്. ആ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഭാഗമാവാൻ എനിക്ക് പിന്നീട് പറ്റുമെന്നുള്ളത് സോ ഡ്രീം കം ട്രൂ ആണ്. പിന്നെ VKP സാറ് കഴിഞ്ഞ പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ അടുത്ത സിനിമയിൽ നീ ഉണ്ടാവുമെന്ന്. താങ്ക് യു സാർ. അത് താങ്ക് യു ഫോർ എന്നെ ഇതിലേക്ക് കാസ്റ്റ് ചെയ്തതിന്.
പിന്നെ ആശിഷ് എൻ്റെ നല്ലൊരു അടുത്ത കൂട്ടുകാരനാണ്. ആശിഷിന് ഒരുപാട് കഥകൾ പറയാനുണ്ട്. അപ്പം ഈ സിനിമ എല്ലാവരും കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾക്ക് നാളെ ഒരു ഷൂട്ട് തുടങ്ങാണ്. എല്ലാവരും പ്രാർത്ഥനയാണ്. താങ്ക് യു. I hope you all are doing well and amazing, just like I am doing. Keeping it short, but I'll take the important calls. My story for this film didn't start with the production call. Okay, let me just let them finish this. So my story with this film started, I think, 5 years back when I met CJ Roy sir presenting an award in an award function. We had like 2 minutes conversation and Saima, and I'm very I'm too small to say I'm very proud of you, sir, but I'm really proud of you to remember that 2 minutes conversation and 5 years down the lane, just a drop of message from you. You know, a person of his stature, to remember that conversation, that's amazing. And to give me this amazing technical team and amazing actors, I think I couldn't have asked for more. Our DOP Manoj sir, VKP sir, Sam is the best technical team I can ask for, and the greatest of actors. So thank you, Roy sir, and thank you everyone who thought that I will fit this character. This character is full of surprises, just as the film. I'm very excited to do this. Thank you so much. We are very, very excited to see you in the movie as well. Thank you, Shanavi. Aishwarya, so good to see you. ഇതിന് കുറച്ച് നാളായി നമ്മൾ കണ്ടിട്ട് ഇപ്പോൾ ബാംഗ്ലൂർ ഹൈ എന്ന് പറഞ്ഞ വലിയൊരു ചിത്രത്തിന്റെ ഭാഗമാവുകയാണ്. Great names, Dr. Roy, VKP, Shine, John Chaco. Tell me, what are you feeling? I feel extremely grateful to be a part of this film. Thank you, Roy sir, for this opportunity. VKP sir, thank you so much for casting me in your film. We all know VKP sir is like a great director, an amazing filmmaker with a lot of hits and all. But more than that, he's a beautiful person. Love you so much, sir. Sherikim, ഞങ്ങൾക്ക് actually Roy sir ensured that all the actors, you know, had a proper acting workshop, so we all bonded, you know. So Samit, I could spend time with Roy sir and VKP sir. So such lovely people, and I'm so grateful. Thank you so much, Roy sir and VKP sir, and such a power-packed, cast. Shine, we all know that you're a brilliant performer. I'm so happy to be working with you and Siju, and Ashwin, Baburaj sir, and Sanunde, everyone, and Shanvi, Ashwini, and Rhea, beautiful girls. So and Ashish, our writer. He narrated the script so beautifully. Thank you, Ashish. And thank you to the entire cast and crew. Thank you so much. Happy to be a part of this film. Thank you, and we can't wait to see you. Oh yeah, ഞങ്ങളുടെ ആക്ടിംഗ് വർക്ക്ഷോപ്പ് നടത്തിയത് സുഗു മാമാണ്. How can I miss her name? She left her. Yeah, she promised us that she'll join us on the last day, so I can't wait to meet her. So we all fell in love with her. She was an amazing acting coach. You know, her techniques were very unique, and that led all of us very, we were looking forward every day for the acting workshop. It was not more like a workshop, it was more fun, in fact. So thank you so much, Coco ma'am, and thank you everyone. Thank you so much. Now we have a lovely Ashwini Reddy, who's got so much experience now in Malayalam as well. You played a role. This is your second Malayalam film? My second movie. Let's hear from you. Yes. First of all, I would like to thank Dr. Roy sir and Lini ma'am, who are my mentors and gurus, who have given me this wonderful opportunity in Bangalore High. And thank you for trusting in me. And VKP sir, there's no saying, you're always energetic, and thank you for casting me and believing in me. I'm so excited to be participating and be part of this Bangalore High, and thank you so much. And about the workshop, as everyone spoke, it was a wonderful opportunity for all of us to be together and be here. And especially Rhea Roy, she, although it's her first film, she's performing excellent, and she's being excellent in whatever she's doing. Thank you very much. And the wonderful cast, Shine Tom sir, Siju sir, Baburaj sir, and everyone. And amazing, beautiful girls here, Shanvi, Aishwarya, and Rhea Roy. It's just amazing to be part of this. Thank you very much.
And now, of course, Ria, Dr. Roy Vivek Rai, he told us that, this is your foray into the world of production, movie production. And I think you couldn't have got a better opportunity to start in-house, learning from the best director. You have a great team of technicians, fantastic team. So what are you feeling? I'm sure at your age, you must be so excited to get a platform to start off. Yeah, exactly what you said. It feels so surreal, and I think this opportunity is amazing. When I read the script and went through it, the character, it really spoke to me, and I think the audience as well. I think they'll be filled with surprises in the movie, and they'll be very thrilled to see it. There's a lot of twists and turns, so they'll be expecting something unexpected. Other than that, I'm just excited, and let's see how it goes. I'm sure. I mean, I was seeing the motion poster and it said car enthusiast. Yes. Yeah, I read that. I didn't miss it. How could you not be a car enthusiast with a garage like your father's? I think full drifting, Tokyo drift style or no? Yeah, we're going to take all your cars, doctor. And I have had the pleasure of visit. I've seen a lot of his particular. മിക്കവാറും തിരിച്ചു കിട്ടൂല കേട്ടോ, ഇടിക്കൊന്നും കൊടുക്കരുത്. Very, very protective about his cars. And then he also has a car company, no? Car sale company onda. I remember you used to have, no? It is just your cars. Looked like a kada. So that's what I'm saying. I think that enthusiasm. So you've learned a little bit about cars too. Yes, for sure. For sure. My family are very car enthusiasts as well, like my character. So you're going to see some very interesting scenes throughout the film. Okay. Right. So yeah, we are so excited to see you in the movie, and in the future, let this be your launch pad to doing big things and taking over maybe Daddy's production company, no? Kick him out. നിങ്ങളെ മുന്നിൽ ഓരോരോ വ്യത്യസ്തമായ കഥാപാത്രങ്ങളായി എത്തുന്ന ശക്തമായ കഥാപാത്രങ്ങൾ എത്തുന്ന 4 മെയിൽ ആക്ടേഴ്സിനെ ഞാൻ ഒരുമിച്ച് വിളിക്കുകയാണ്. ബാബുരാജേട്ടാ, can I please welcome you? Shine Tom Chaco, Siju Wilson and Ashwin Jose. Can I have the 4 of you on stage? നല്ലൊരു ഐഡിയ ആണോ? കുഴപ്പമില്ല. ഷൈൻ, ബാബുരാജേട്ടൻ, സിജു, അശ്വിൻ. അപ്പൊ ഞാൻ ആദ്യം തന്നെ മൈക്ക് ബാബുരാജേട്ടനെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് ഈ ഒരു സിനിമയെ കുറിച്ച് എന്താണ് പ്രതീക്ഷ എന്ന് ബാബുരാജേട്ടൻ പറയാം. ബിക്കോസ് ഏറ്റവും കൂടുതൽ ഇവിടെ നമ്മൾ സ്ട്രെസ് ചെയ്യുന്നത് ഇതിന്റെ ഒരു മെസ്സേജ് ആണ്, സേ നോ ടു ഡ്രഗ്സ്, അല്ലെ? അപ്പം എന്താണ് ഈ ഒരു സിനിമയിൽ നിന്നും ആസ് എൻ ആക്ടർ ചേട്ടൻ പ്രതീക്ഷിക്കുന്നത്? ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്ന അല്ലാത്തമായ എല്ലാ ചാനലുകാരും, അതുപോലെ ഡോക്ടർ റോയ് സാർ, അദ്ദേഹത്തിൻ്റെ ഫാമിലി, നമ്മുടെ ചാനലിലേക്ക് വരുന്ന അദ്ദേഹത്തിൻ്റെ മകൾ, മറ്റുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും, അമ്മയിലെ എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയതെന്ന് വെച്ചാൽ, ഞാൻ 2010-11 കാലഘട്ടങ്ങളിൽ വൈറ്റ് ഫോർട്ട് ഹോട്ടലിൽ ആ സോൾട്ട് ആൻഡ് പേപ്പർ ഇറങ്ങിയ സമയത്ത്, ഞാൻ അവിടുത്തെ സ്ഥിരം താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എന്നും മേക്കപ്പ് സാറിനെ കാണും. അപ്പൊ ഞാൻ ഇറങ്ങി വരുമ്പോൾ ചോദിക്കാം, അങ്ങനെ ഒന്ന് കാസ്റ്റ് ചെയ്തു അതിൽ അവിടെ കിട്ടെ. അപ്പൊ ഞാൻ ചോദിക്കും, എന്നെ ഉൾപ്പെടുത്തിക്കൂടെ? അങ്ങനെ ചോദിച്ചു ഇപ്പൊ എത്ര വർഷമായി? 16 വർഷം കഴിഞ്ഞപ്പോ എനിക്കൊരു ദിവസം ഒരു കോള് വരുന്നു, ഇങ്ങനെ പടം സംഭവമുണ്ട്. അപ്പൊ ഞാൻ കഥകളൊന്നും കേൾക്കണ്ട, ഞാൻ ആ പടത്തിൽ അഭിനയിച്ചിരിക്കും. അങ്ങനെയാണ് ഈ സബ്ജക്റ്റിലേക്ക് വരുന്നത്. ആദ്യം വേറെ കുറച്ചാളുകൾ വേറൊരു ഇതായിരുന്നു, പക്ഷെ അതിനുശേഷം നമ്മുടെ ഷൈൻ മോഹൻ ഒരു പ്രശ്നം പറ്റി, അങ്ങനെ നീണ്ടു. എന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ടാഗ് ലൈനാണ്, സേ നോ ടു ഡ്രഗ്സ്. ഞാൻ വളരെ സിൻസിയറായിട്ട് പറയാം, ഞാൻ എൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ ഞാൻ ഈ സാധനം ഉപയോഗിച്ചിട്ടില്ല. മദ്യം വേറെ, ഞാൻ ഇതിന്റെ കാര്യം പറയുന്നത്. അത് കേരളത്തിൽ ആരാണ് ആ മദ്യത്തിന്? കേരളം നിൽക്കുന്നത് തന്നെ മദ്യത്തിൽ കൂടെയാണ്. മദ്യമാണ് വലിയ പ്രശ്നം, അതും പ്രശ്നമാണ്. അത് നമുക്ക് വേറെ സിനിമ ഉണ്ടാക്കാം. ഇന്ന് ഡ്രഗ്സിന് അപ്പോ അതിനുള്ളൊരു ആൻസർ കൂടിയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞല്ലോ കൊച്ചു ചെറുപ്പത്തിലെ മുതൽ തന്നെ കാണാൻ തുടങ്ങി എന്ന് പറഞ്ഞതിന്റെ ആൻസർ കൂടിയാണ്. ഇത് ആരും ഉപയോഗിക്കാതിരിക്കുക, അതാണ് എന്റെ ഏറ്റവും പറയാനുള്ള കാര്യം. കാരണം കുറെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അതുകൊണ്ടുള്ള പ്രശ്നങ്ങളെല്ലാം. അപ്പോൾ ഇത് നല്ല മെസ്സേജാണ് ഈ മൂവിയുടെ കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഈ സ്ക്രിപ്റ്റ് മൊത്തം വായിച്ച ആളാണ്, ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് സാർ ഇങ്ങനെ ഒരു കുറെ ട്വിസ്റ്റും ടേണും ഒക്കെ ഉള്ള ഒരു സിനിമ കൊണ്ടുവരുന്ന പുള്ളിയുടെ ജോണറേ അല്ലാന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ വളരെ ഇഷ്ടപ്പെട്ട ആശിഷ്, അതെ, ഓക്കെ, അതിനെ നമ്മൾ എഴുതിയ ആശിഷ്. ഞാൻ ഈ സമയത്ത് വരൂ ആശിഷ്. എന്തായാലും ആശിഷിന്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് ആണോ അത്? രണ്ടാമത്തെ? ഓക്കെ.
അടിപൊളിയായിട്ടുണ്ട്. അത് ഇൻട്രോൾ പഞ്ചൊക്കെ ഞാനത് പറയുന്നില്ല, എങ്കിലും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഇതായിട്ട് അതിനകത്ത് തന്നെ ഞാൻ അതിശയിച്ച് പോയത് റോഹിത് സാറിന്റെ മകള് ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിശയിച്ചു. കാരണം എൻ്റെ മകന് ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. കാരണം അശാൻ ഈ പറയുന്ന പോലെ പണ്ട് മുതലേ അഭിനയിക്കാൻ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം ഇതിന്റെ പഠിത്തം കഴിയട്ടെ. അപ്പൊ അവനവിടെ ലണ്ടനിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിനൊക്കെ നമുക്ക് ജോലി ആകട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ജോലിയൊക്കെ പോകുമ്പോൾ ഇനി അങ്ങനെ പിടിച്ചേക്കിട്ടുണ്ട്. അങ്ങോട്ട് ലീവ് എടുത്ത് വന്നിരിക്കുക, കളയാൻ സമ്മതിക്കുന്നില്ല. ഞാൻ പറയും സിനിമയിൽ വരാൻ എളുപ്പമാണ്, നമുക്ക് പിടിച്ചു നിൽക്കാൻ കുറെ പണ്ടത്തെ പോലെ അല്ല, ഒരു വെള്ളിയാഴ്ച വരാം. പക്ഷെ പിന്നെ ഞാൻ 10 വർഷം ഇടികൊണ്ടത് ഞാൻ സംസാരിക്കുന്നത് തന്നെ 6-7 വർഷം കഴിഞ്ഞിട്ട് സിനിമയിൽ. അപ്പോൾ ഇപ്പോൾ നമുക്ക് വരാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ ഇങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ വളരെ പാടാണ്. അപ്പോൾ കുറെ അധ്വാനങ്ങളും കാര്യങ്ങളും എല്ലാം വേണം, അതൊക്കെ മനസ്സിലാക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ യങ്സ്റ്റേഴ്സിനെല്ലാം ഈ സിനിമ ഒരു വലിയൊരു പ്രചോദനമാകട്ടെ. സിനിമയിൽ ഞാൻ BKP സാറിന് കുറച്ച് ഫോട്ടോസ് അയച്ചു കൊടുക്കാം. ഇവനെങ്ങനെ നോക്കി അഭിധാരണ ഞാൻ എന്റെ മകനാണ്, സിനിമാ ഭ്രാന്തനാണെന്ന് പറഞ്ഞു. ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് ഫോൺ വരുന്നു, റോഹിത് സാർ പറഞ്ഞു നന്നായിട്ടുണ്ട്, അവനെ ഇതിനകത്ത് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫോൺ വരുന്നു. അപ്പൊ ഞാൻ ഇതിനോട് അപ്പൊ ആദ്യം പറഞ്ഞില്ല, കാരണം കുറച്ച് കഴിയട്ടെ എന്ന് ചോദിച്ചിരിക്കണം. അത് എന്റെ കാര്യം 16 വർഷം ഞാൻ അങ്ങോട്ട് ചോദിച്ചോണ്ടിരിക്കുന്നു. പിന്നെ ഇതിനകത്ത് വന്നു കഴിഞ്ഞപ്പോ ഇവരെല്ലാം ഇപ്പൊ ഷൈനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഷൈനെ കാണുന്നത് തന്നെ ആഷിഖ് കപൂറിന്റെ വീട്ടില് ഉണ്ടല്ലേ. പക്ഷെ ഞാൻ ശരിക്കും ശ്രദ്ധിക്കുന്നത് ഞാൻ ഫോട്ടോഗ്രാഫറിന്റെ കഥ പറയാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. അവിടെ അങ്ങനെ അന്ന് ഷൈൻ കണ്ണമാറും മുടിയൊക്കെ ആയിട്ടുള്ള ഒരു ഷൈനായിരുന്നു. ആ ഷൈനിൽ നിന്ന് വലിയൊരു ആക്ടറായി മാറി. ഇനി ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് വലിയൊരു ചേഞ്ച് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ മൈക്ക് ഷൈനെ ഏൽപ്പിക്കട്ടെ. ഓൾറെഡി ആദ്യം തന്നെ ഷൈൻ മൈക്ക് കൊടുത്തു. ഷൈൻ, ഐ തിങ്ക് ഈ ഒരു സിനിമ അത് ഒരു കോൺഫിഡന്റ് ഗ്രൂപ്പ് സിനിമയാണെന്നോ ഒരു BKP ചിത്രമാണെന്നോ പറഞ്ഞ പ്രേക്ഷകരിലേക്ക് എത്തുന്നതിനെക്കാട്ടും എനിക്ക് തോന്നുന്നു ഇതൊരു ഷൈൻ ടോം ചാക്കോ ചിത്രമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് അതായിരിക്കും ഇതിന്റെ സക്സസിന് പുറമെ. ചെറുപ്പക്കാരെല്ലാം ഇതൊന്നും ഇവിടെ കൊണ്ടുപോകുന്നുള്ളത് ഇപ്പൊ വലുതായിട്ടുള്ള ആളുകൾ വഴിയാണ് ഇതൊക്കെ ഇവിടെ എത്തിയിട്ടുള്ളത്. എത്തിക്കോട്ടെ, കുഴപ്പമില്ല. അല്ല, നമ്മളെപ്പോഴും ചെറുപ്പക്കാരെയാണ് കുറ്റം പറയുന്നത്. ഈ ചെറുപ്പക്കാർ ഇവിടെ വളർന്നു വരുമ്പോ ഓൾറെഡി ഇത് ഇവിടെ ഇല്ല. പക്ഷെ നമ്മളെല്ലാത്തിനും ഈ ചെറുപ്പക്കാരും ഇത് ആണ് ഈ കുറ്റം. ചെറുപ്പക്കാരും അതെന്താണെന്നറിയോ, പ്രായമുള്ളവർക്ക് ചെറുപ്പക്കാരെ ബ്ലെയിം ചെയ്യാൻ ഈസിയാണ്. അതെന്താ പ്രായമുള്ളവർ പിന്നാലെ വരുന്നത് ബ്ലെയിം ചെയ്യും, നമ്മൾ തിരിച്ചും ചെയ്യും. അല്ല, അതാ പറഞ്ഞു വന്നത്, ഈ ആൾക്കാർ ഹൈ ആവാനുള്ള കാരണം കുറെ ഉണ്ട്. നമ്മൾ ഉയരങ്ങളിലേക്ക് എത്താം. പക്ഷെ ഇറ്റ്സ് ലൈക്ക് ഈ നമ്മള് ഇഷ്ടമുള്ള കാര്യം ചെയ്ത് നമ്മൾ ഉയരത്തിലേക്ക് എത്തുന്നതുണ്ട്. ബോഡിയിലൂടെ നമ്മൾ ഹൈ ആവുന്നതും തമ്മിൽ പറ്റുന്നുണ്ട്. അത് നമുക്ക് 24 മണിക്കൂറോ അല്ലെങ്കിൽ ഫുള്ളായിട്ട് കിട്ടില്ല. അതല്ല, എന്ത് ജോലിയാണെങ്കിലും അത് ജോലി വരുന്ന എനർജിയാണ് BKPയിൽ കാണുന്നത്. ഇത്രയും എനർജി ഉള്ള ഒരു മനുഷ്യൻ ഞാൻ എന്താണ് BKP അടിക്കണമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. കാരണം ഇത്രയും എനർജറ്റിക് സിനിമ എല്ലാ ദിവസവും വർക്ക് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ ഫുൾ ടൈം. ഇന്നലെ തന്നെ ഫോട്ടോഷൂട്ടിന്റെ സമയത്ത് 3:30 പോകുന്ന പുലർച്ചെയിൽ പോകുമ്പോ, പിന്നെ ഈ പടം വന്ന സമയത്ത് ജൂണിലാണ് ഇത് തുടങ്ങാൻ തീരുന്നത് ആക്ച്വലി, അല്ലേ? ആ സമയത്താണ് ആക്സിഡന്റ് ഉണ്ടാവുക. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ പടം, കാരണം 2 ദിവസമൊക്കെ നമുക്ക് മാറിയ വരെ പടങ്ങൾ പോണ സമയമാണ്. കാരണം അവർ വെയിറ്റ് ചെയ്യില്ല. പക്ഷെ 1 മാസം നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തു. താങ്ക് യു. പിന്നെ ബാംഗ്ലൂരിലേക്കുള്ള ഒരു യാത്രയിലാണ് ഡാഡിനെ മിസ്സാവുന്നത്. ആക്ച്വലി നമ്മുടെ കൂടെ ഇല്ലാന്നല്ല, നമ്മുടെ കൂടെ ഉണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം മരിച്ചാൽ നമ്മളെ യൂണിറ്റിലേക്ക് അലിഞ്ഞു ചേരില്ല. അപ്പൊ എല്ലായിടത്തും ഉണ്ട് എന്നാണ് ഞാൻ മൊബൈലോട് പറയുന്നത്. നമ്മുടെ കൂടെ ഉണ്ട്. ഞാൻ ആംബുലൻസിൽ നിന്ന് വരുമ്പോഴും പറയും ഡാഡി കൂടെ ഉണ്ട്, നമ്മുടെ കൂടെ ഉണ്ട്. എല്ലാവരുടെ ഡാഡി ആണെങ്കിലും മമ്മിയാണെങ്കിലും എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ ബാംഗ്ലൂരായി നമ്മുടെ നാട്ടിലെ പ്രശ്നമാണ് നമ്മൾ പറയണം. പക്ഷെ ബാംഗ്ലൂരിന്റെ പേരിലാണ് അത് പ്രൊഡ്യൂസറും ഡയറക്ടറും അവിടെ നിന്നപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് മാറ്റി. ഓക്കെ, താങ്ക് യു.
ബാംഗ്ലൂർ ഹൈ എന്ന ഈ ചിത്രത്തില് ഷൈൻ ഈ ഒരു മെസ്സേജിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചല്ലോ. ഷൈൻ ഇതിൽ ഇൻവോൾവ് ആകുമ്പോൾ ആസ് എൻ ആക്ടർ അഭിനയിക്കാം, പക്ഷേ ഈ സബ്ജക്ട് ഭയങ്കര ക്ലോസ് ടു യുവർ ഹാർട്ട് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റും കൂടിയാണ്. ജീവിതത്തിന് ഷൈനിന്റെ ജീവിതത്തിൽ വലിയൊരു സബ്ജക്റ്റ് ആണത്. അപ്പം അത് ഇത്രയും വലിയൊരു മെസ്സേജ് അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പം ഷൈനിന് ഇതിന്റെ അപ്രോച്ച് എന്താണ്? ഹൗ ഇസ് ദിസ് അപ്രോച്ച്? ഇറ്റ് ഇസ് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സമയമാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ, ഇൻ ടേംസ് ഓഫ് അച്ഛൻ്റെ ഒരു അൺടൈംലി ഡെത്ത് ആയാലും ഈ സബ്ജക്റ്റ് ആയാലും ഹൗ ആർ യു അപ്രോച്ചിങ് ദിസ്? വാട്ട് ഈസ് യുവർ സ്റ്റേറ്റ് മെന്റലി? അല്ല, ഞാൻ ചോദിക്കും, ഞാനൊരിക്കലും ഇത് പറയാൻ യോഗ്യനല്ല ശരിക്കും. കാരണം നമ്മൾ ചെയ്യാറുള്ളത് ചെയ്ത് പാടിക്കാന്ന് പറയുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് പാടും, നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് പാടും. അപ്പൊ ഞാൻ സാറോട് ചോദിക്കാറുണ്ട്, അത് നമ്മൾ ഞാൻ പറയാൻ പാടും, എനിക്കതിനുള്ള യോഗ്യതയില്ല ശരി. പിന്നെ ഈ പടം ഇങ്ങനൊരു അവസ്ഥയിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗ്സ് മാത്രമല്ല അഡിക്ഷൻ. ജീവിതത്തിൽ മനുഷ്യർ പല പല കാര്യങ്ങളുണ്ട് അഡിക്ഷൻ. ഒന്നിലും നമ്മൾ അഡിക്റ്റ് ആവാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അഡിക്ഷൻ തന്നെയാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. പക്ഷെ മെയിൻലി ഈ ഡ്രഗ്സ്, ഇപ്പൊ അവിടെ പറഞ്ഞു, ഇപ്പൊ സിഗരറ്റും മദ്യം കൂട്ടുന്നില്ല. നമ്മൾ മറ്റേ ഡ്രഗ്സിന്റെ കാര്യം മെയിനായിട്ട് എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡ്രഗ്സ് 5 പേരിലും 5 രീതിയിലാണ് എഫക്ട് ചെയ്യുക. ഇപ്പൊ ബാബുവിനെ എഫക്ട് ചെയ്യണ എനിക്ക് എഫക്ട് ചെയ്യുക, അതുപോലെ ഇതിനെ എഫക്ട് ചെയ്യും. ഇതിനെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലവർക്ക് ക്രിമിനൽ വാസന, ചിലവർ ആയിരിക്കാം, ചിലവര് ആയിരിക്കാം. അതുകൊണ്ടാണ് ഇതിനെ നമുക്ക് പിള്ളേർ ഉപയോഗിക്കരുതെന്ന് പറയുന്നതുകൊണ്ട്. കാരണം അത്രയും ചെറുപ്പത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ, ചെറുപ്പത്തിലാണ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവര് പിന്നെ ജോലി ചെയ്തിട്ടുള്ള ഹൈന് വേണ്ടി കിട്ടില്ല. അവര് വിചാരിക്കും ഈ ഹൈ മതി, ഇൻസ്റ്റന്റ് ആക്സസ്, ക്വിക്ക് ഹൈ. അതുകൊണ്ടാണ് കുട്ടികൾ മെയിനായിട്ട് ഇത് ഉപയോഗിക്കാന്ന് പറയുന്നത്. നമ്മളിപ്പോ പ്രായമായ ഒരു വീഡിയോ വലിക്കുകയോ അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുകയോ ചെയ്യുമ്പോൾ പോലീസ് പുറത്തുനിന്ന് അങ്ങനെ അവർ പിടിക്കില്ല, പ്രായമാകുമാർ. പക്ഷെ പിള്ളേരുണ്ടെങ്കിൽ പിടിക്കും. പക്ഷെ പിള്ളേരെ ട്രീറ്റ് ചെയ്യുന്ന രീതി കുറച്ച് ഡിഫറെന്റ് ആണ് നമ്മുടെ നാട്ടില്. അവര് ഭയങ്കരമായിട്ട് ക്രിമിനൽസ് ആയിട്ട്. ഇപ്പോ എനിക്ക് 48 ഞാൻ കുട്ടിയല്ല, നമുക്ക് കിട്ടുന്ന അവസരം പോലും ഇപ്പൊ ചെറിയൊരു ഒരു പീഡി ജോയിന്റ് പിടിക്കുന്ന ഒരു കൊച്ചിനെ ഭയങ്കര ഒരു ക്രൈം ചെയ്ത പോലെ ക്രിമിനൽ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അത് ചെയ്യാൻ പാടില്ല. നമ്മള് പറഞ്ഞു മനസ്സിലാവില്ല. അപ്പൊ ഇതൊക്കെ മൂവി സ്വാധീനിക്കുന്നു പറയും. മൂവി ആക്ടേഴ്സിന്റെ ജീവിതം കൂടുതൽ സ്വാധീനിക്കും. അപ്പൊ ഒരു മൂവി അതിങ്ങനെ വരുന്ന സമയത്ത് അത് കൂടുതൽ യുവാക്കളിൽ സ്വാധീനിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. I think definitely, Shine, let me tell you this. കാസ്റ്റുമായിട്ടാണ് ഈ ചിത്രത്തിന്റെ മുന്നിലേക്ക് എത്തുന്നത്. Say no to drugs എന്ന ടാഗ് ലൈനുമായിട്ട് സമൂഹത്തിന് വളരെ മുഖ്യമായ ഒരു മെസ്സേജ്